This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. നന്മയുടെ കയ്യൊപ്പുമായി സംഘമിത്ര സ്വയം സഹായ സംഘം അനുമോദനവും ചികിത്സാ സഹായ വിതരണവും തട്ടുമ്മൽ പരപ്പിൽ വെച്ച് നടന്നു. ജീവിതം കരിപ്പിടിപ്പിക്കാനായി അടികുറച്ച് അധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ യുവജനങ്ങളുടെ കൂട്ടായ്മ സംഘമിത്രയുടെ സാമൂഹിക പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് സൗജന്യ രോഗനിർണയ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കൃഷിഭവനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന നവീന കാർഷിക ആവിഷ്കാരങ്ങൾ തുടങ്ങി സംഘമിത്ര നാടിന് സമർപ്പിച്ച സേവനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. വർഷങ്ങളായി മാതൃകാപരമായ സേവനപാതയിൽ ഈ വർഷവും വിദ്യാഭ്യാസ മികവിനെയും മാനവിക മൂല്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിപുലമായ ഒരു അനുമോദന കാരുണ്യ സദസ്സ് സംഘമിത്ര തട്ടുമലിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിന് സുരേഷ് മേലത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി രാജു, 18-ാം വാർഡ് മെമ്പർ ടി പി ചന്ദ്രൻ, MDP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സാന്നിധ്യമരുളി. മുഖ്യാതിഥിയായി റഫീഖ് അമാനി സദസ്സിനെ അഭിസംബോധന ചെയ്തു. പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. BRS പ്രസിഡന്റ് തട്ടുമ്മൽ ശ്രീ മുഹമ്മദ് കുഞ്ഞി MDP അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രേഷ്മ വി രാജു അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ TP ചന്ദ്രൻ, 18-ാം വാർഡ് മെമ്പർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ VV മുഹമ്മദ് കുഞ്ഞിക്ക അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘമിത്ര സ്വയം സഹായ സംഘം ഏകദേശം 14 വർഷക്കാലമായി ഈ തട്ടുമ്മൽ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 28ഓളം കുട്ടികളും രക്ഷിതാക്കളും നിറഞ്ഞ ഒരു സദസ്സനായിരുന്നു നമ്മുടെ ഈ പരിപാടി. പക്ഷേ ഇന്ന് A+ എന്ന് പറയുന്ന കാര്യം 6000 ചില്ലറ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമാണ് ഈ പ്രാവശ്യം കുട്ടികൾ നേടിയിട്ടുള്ളത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചട്ടക്കൂടുതലിനെ മാറ്റുന്നതിൻ്റെ ഭാഗമായി ഏകദേശം 30% മാർക്ക് വാങ്ങിയാൽ മാത്രമേ ഒരു വിഷയത്തിൽ നിന്നും പാസ്സാകൂ എന്നുള്ള നിയമം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3000 ചില്ലറ കുട്ടികൾ മാത്രം A+ നേടിയത്. മഹനീയമായ ചടങ്ങ് SSLC +2 അതുപോലെ മറ്റ് മത്സര പരീക്ഷകളിൽ വിജയിച്ച് ഉന്നത വിജയം നേടിയ നമ്മുടെ നാട്ടിലെ പിഞ്ചോമനകൾ, കുട്ടികൾ, നമ്മുടെ നാടിന് അഭിമാനമായ കുട്ടികളെ അനുമോദിക്കുന്ന വളരെ മനോഹരമായ ചടങ്ങാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് മേലൻ, അധ്യക്ഷതയിലെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ ശ്രീമതി രേഷ്മ വി രാജു, ഈ വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ചന്ദ്രേട്ടൻ, പ്രിയപ്പെട്ട RPSന്റെ പ്രസിഡന്റും പൊതുപ്രവർത്തകനും നമ്മളെല്ലാം പ്രിയപ്പെട്ട ശ്രീ MDP മുഹമ്മദ് കുഞ്ഞി അവർ, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ ശ്രീ നാരായണേട്ടൻ, ശ്രീ VV മുഹമ്മദ് കുഞ്ഞിക്ക, പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലകൃഷ്ണ മാസ്റ്റർ, ശ്രീ ഗോപാലേട്ടൻ, ശ്രീ മുജീബിക്ക അടക്കം ഈ സംഘമിത്ര ശാസ്ത്ര സംഘത്തിലെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, എല്ലാറ്റിലും ഉപരി പോലെ വളരുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാണ് നമ്മുടെ ഈ വിജയമെല്ലാം പ്രിയപ്പെട്ട കുട്ടികളെ പറയുന്നത് ഒരു കടുകുമണിയുടെ കയ്യിൽ ലഭിച്ചതായിട്ട് മാത്രം കരുതിയാൽ മതി. കാരണം തുടക്കമാണ്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ കരിമ്പന പോലെ വളർന്ന് നമ്മുടെ നാടിനും സമൂഹത്തിനുമെല്ലാം വേണ്ടപ്പെട്ടവരായി അവരെ സേവിക്കുന്ന ഒരു വലിയ തലമുറയായിട്ട് വരുവാൻ
നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ പ്രോത്സാഹനമായി ഇവിടെ സംഘമിത്രയുടെ കാര്യം ഞാൻ ഇന്ന് കഴിഞ്ഞൊരു പരിപാടിക്ക് ഇവിടെ വന്നിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ സാധാരണക്കാരായ ഈ 9 ചെറുപ്പക്കാർ ഈ നാട്ടിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ശിവക്കേര പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, വിന്നേഴ്സ് ഡു നോട്ട് ഡു തിങ്സ് ആർ ഡിഫറെന്റ് എന്നാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ വ്യത്യസ്തമായിരുന്ന വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് ഇവരെല്ലാം വളരെ സാധാരണക്കാരായ ഒരുപക്ഷെ നമുക്കെല്ലാം ഇതിനേക്കാളും സാമ്പത്തികവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടമുണ്ടെങ്കിലും അവരൊന്നും ഇത്തരം പ്രവൃത്തികളിലോട്ടൊക്കെ ഏർപ്പെടുന്നത് വളരെ കുറവാണ്. അവർക്കെല്ലാം നമുക്കെല്ലാം മാതൃകയായിട്ട് ഈ സംഘമിത്രയുടെ സാധാരണക്കാരായ ഇവർ ഈ നാടിനു വേണ്ടി, ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അവരുടെ ആ വലിയ പ്രവൃത്തിനെ കൈയടിക്കാതിരിക്കാൻ തരമില്ല. അപ്പോൾ അവരെ ഒന്ന് ഹാർദമായി ആദ്യം എല്ലാവരും കൂടി ഇന്ന് കൈയടിക്കണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ 14 വർഷം അവരുടെ വ്യത്യസ്ത ആഴ്ചയിൽ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന ആ തൊഴിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതോടൊപ്പം ജനപ്രതിനിധികളോടും നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് 2 ആദരവുകൾ നമ്മുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കേണ്ടത്. ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ മറ്റുള്ളവരെയാണല്ലോ ആദരിക്കപ്പെടുക. വിദ്യാർത്ഥികൾ ആദരിക്കുന്നതോടൊപ്പം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു ടീമിന് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവിധ ആദരവുകളും സമർപ്പിക്കുകയാണ്. കേവലം 9 ആളുകൾ, അതും വലിയ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ വലിയ പ്രൊഫഷണൽ മേഖലകളിൽ ഉള്ളവരോ അല്ല. അവരുടെ വീട്ടിലെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ ദിവസവും അധ്വാനിക്കണം. എനിക്ക് പറയാനുള്ളത് സംഘമിത്ര സ്വയം സഹായ സംഘത്തെ കുറിച്ചാണ്. കഴിഞ്ഞ 5 വർഷമായി അവരുടെ മിക്ക പരിപാടികളിലും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു 9 പേരുടെ ഒരു കൂട്ടായ്മയാണ് സംഘമിത്രം സ്വയം സഹായ സംഘം. അവരുടെ അന്നന്ന് ചെയ്ത് കിട്ടുന്ന ആ രൂപയിൽ നിന്നും മിച്ചം വെച്ച് നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള അവരുടെ ആ ഒരു ആഗ്രഹത്തെ ഇത്രയും നല്ലതായി 14 വർഷം മുന്നോട്ട് കൊണ്ടുപോയി എന്നത് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഓർക്കുന്നത്. അവര് ഒട്ടേറെ കാര്യങ്ങൾ, അതിപ്പോ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും എല്ലാം അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ്, അതുപോലെ തളിർ ആപ്പ് കൃഷിഭവനുമായി ചേർന്നിട്ട് അങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അതുപോലെ എല്ലാ വർഷവും കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ കൂട്ടായ്മയിലെ ഒരു കൃഷി തുടങ്ങിയിട്ടുണ്ട്. കാച്ചില്, ചേമ്പ് മുതലായവ നട്ടുകൊണ്ട്. അങ്ങനെ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരുടെ നാട്ടിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നുള്ള അവരുടെ ആ ആഗ്രഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നടത്തുന്ന ഈ പരിപാടി എന്തുകൊണ്ടും മഹനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വേർപ്പൊഴുക്കി അധ്വാനം ചെയ്യുന്ന ഈ 9 പേർ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ചികിത്സാ സഹായം, വിദ്യാഭ്യാസ രംഗത്ത് അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം, കൃഷി രംഗത്ത് അവരാൽ കഴിയുന്ന സഹായം, എല്ലാ രംഗത്തും അവർ വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് വിപ്ലവകരമായ ഭാഷയിൽ പറഞ്ഞാൽ തട്ടുമ്മലിന്റെ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇവരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അവരത് സമൂഹത്തിൽ അതിന് ഇരട്ടിയായി സഹായിക്കാൻ അവർക്ക്
സംഘമിത്ര സ്വയം സഹായ സംഘത്തിന്റെ ഒരു സഹയാത്രികനാണ് ഞാനും മുഹമ്മദ് കുഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. അവരുടെ കൂടെ എല്ലാ പരിപാടികളും, അതിൽ അംഗമല്ല എന്ന് വെച്ച് എല്ലാ പരിപാടികളിലും അവരോടൊപ്പം യാത്ര ചെയ്ത ആളുകളാണ്. വളരെയേറെ അഭിമാനമുണ്ട് ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്. ഒരുപക്ഷെ ഞാൻ ഇവരുടെ ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. വേറെ എനിക്കുള്ള 2-3 പരിപാടികളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്റെ ഒരു ഇളയമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയായിരുന്നു എന്റെ ചടങ്ങ് അവസാനിച്ചത്. കൂടാതെ എന്റെ മകൾ ഇന്ന് ആദരിക്കപ്പെടുന്നുണ്ട്. മകൾക്കും എത്താൻ സാധിക്കില്ല. ഞാനും എത്താത്ത ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശ്രീ ഇബ്രാഹിം തട്ടുമൽ അവർക്ക് റഫീഖ് അമാനി തട്ടുമൽ ചികിത്സാ ധനസഹായം നൽകുകയാണ്. ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കരുവഞ്ചാൽ ഒരു ക്ലാസ്സിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താകണമെന്നാണ് ആഗ്രഹം. ഒരു ഹൈസ്കൂൾ +2 +1 ഡിഗ്രി ലെവലിലെ കുട്ടികളായിരുന്നു എൻ്റെ ക്ലാസ് ഉണ്ടായത്. 120ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികൾ പലർക്കും എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്നത് ഒരു ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കണം. കാരണം ഒരു പുഴ നീന്തി കടക്കുമ്പോൾ ആ പുഴയുടെ അറ്റത്തെത്താൻ അല്ലെങ്കിൽ മറുകരക്കെത്താൻ നമ്മുടെ മനസ്സിലൊരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പുഴയുടെ അറ്റത്തേക്ക് മറുകരത്തേക്ക് കടന്നെത്താൻ നീന്തി എത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രിയപ്പെട്ട മക്കൾ പഠിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുന്നത്. വ്യക്തികളെ, രക്ഷിതാക്കളെ, നാളെയുടെ വാഗ്ദാനങ്ങളായ പിഞ്ചോമന മക്കളെ, ഏവർക്കും നമസ്കാരം. സംഘമിത്ര എന്ന 4 അക്ഷരത്തിന്റെ നവരത്നങ്ങളായ 9 പേരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അനുമോദന ചടങ്ങാണ് ഈ ചടങ്ങിൽ ചടങ്ങ് സ്വീകരിച്ചിവിടെത്തിയ വിശുദ്ധ വ്യക്തികൾക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ പേരിലും സംഘത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ബില്ലിന് നമുക്കിങ്ങനെ തന്നെ സഹായിച്ച ഓണക്ക് കസേരയും മൈക്കും തന്നെ സഹായിച്ച പാരവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.